ഇങ്ങനെയുള്ള വേദികളൊന്നും ലഭിച്ചിട്ടില്ല. മറിച്ച് ഏതെങ്കിലും നാൽക്കവലകളുടെ ഏതെങ്കിലും ഒരു വഴിയോരത്ത് നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മൈക്രോഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചിട്ടുള്ളവരുണ്ട്, ഓടിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഒത്തിരി തിക്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് കൃപയാൽ ദൈവം അതെല്ലാം മാറ്റി. ഓടിച്ചിടത്ത് നിന്ന് കയ്യടി വാങ്ങിയിട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നിട്ടുള്ളത് ഈ സത്യസുവിശേഷത്തെ ഉയർത്തിയത് കൊണ്ട് മാത്രമാണ്. അവൻ എന്നും അഭിമാനത്തോടെ ഈ ദേശത്തും നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഓടിക്കുന്നിടത്തുനിന്ന് കയ്യടി വാങ്ങിക്കൊണ്ട് പോകുവാൻ പറ്റിയതായ ഏക പ്രഭാഷണ വിഷയം സുവിശേഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിച്ച് ഈ നാളുകളിൽ ദേശത്തോട് സുവിശേഷം അറിയിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സുവിശേഷമൊക്കെ അറിയിക്കുന്നത് ചോദിച്ചാൽ, പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം വാണിങ്ങായിട്ട് പറയട്ടെ. എൻ്റെ ഒരു സന്ദേശമെന്ന് പറയുന്നത്, ഞാനൊരു ചർച്ചിൽ ചെറിയ പാസ്റ്ററാണ്. അപ്പോൾ തന്നെ എൻ്റെ സന്ദേശത്തിൻ്റെ ഓപ്പൺ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടുതലും പുറത്തേക്കായിരിക്കും. സ്തോത്രം. നിങ്ങളാരും ഭാരപ്പെടരുത്. അകത്ത് വേണ്ടതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിക്കാണുമെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുകയാണ്. സ്തോത്രം. തന്നെയല്ല, എഫേസ്യ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ, ദൈവസഭയിൽ 5 വിധ പദവികളിലൂടെയല്ലേ കർത്താവ് ശുശ്രൂഷകരെ നിയമിക്കുന്നത്. അപ്പോസ്തലന്മാരായിട്ട്, പ്രവാചകന്മാരായിട്ട്, സുവിശേഷകന്മാരായിട്ട്, ഇടയന്മാരായിട്ട്, മൂപ്പന്മാരായിട്ട്. അതിൽ ഇന്ന് രാത്രിയിൽ ക്ഷമിക്കണം, ഒരു സുവിശേഷകനായി നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആമേൻ, സുവിശേഷ യോഗങ്ങൾ എന്തിനാണ് ക്രമീകരിക്കുന്നത്? ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫിലിപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾവിക്കാരുടെയും ചിന്തയ്ക്കായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫിലിപ്പി എന്ന സ്ഥലത്ത് ഒരു ജയിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ കാരാഗ്രഹമെന്നാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും ഇന്നത്തെ ഭാഷയിൽ ജയിൽ. അപ്പോൾ ആ ജയിലിനൊരു മഹാനായിരിക്കുന്ന ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ സൂപ്രണ്ടിനുണ്ടായ ഒരു തിക്താനുഭവം, അതാണ് സുവിശേഷമൊക്കെ പറയാൻ ഇത്രമാത്രം ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും ശീലാസും സുവിശേഷ പ്രവർത്തനങ്ങളാൽ പിടിക്കപ്പെട്ട് ജയിലിനകത്താകാനിടയായി തീർന്നു. തൽഫലമായിട്ടുണ്ടായത്, അർദ്ധരാത്രിക്ക് കർത്താവിന്റെ ദാസന്മാര് അവരെ ബന്ധിച്ചിരുന്ന ബന്ധന സ്ഥലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, വാതിലുകളൊക്കെയും തുറന്ന് എല്ലാവരുടെയും കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഈ ഒരു സംഭവത്തിൽ എല്ലാ തടവുപുള്ളികളും പുറത്തുപോയല്ലേ രക്ഷപ്പെട്ട് കാണുമെന്ന വിചാരത്താൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു ജയിൽ സൂപ്രണ്ട്. അപ്പോൾ അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ട് അതേ സെയിം ജയിലിനകത്ത് സുവിശേഷത്താൽ തടവുകാരായി കിടന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശീലാസ്, അതിൽ പൗലോസ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് രാത്രിയിലും ഈ ദേശത്തിന്റെ പേരെനിക്ക് നന്നായി അറിയില്ല. ഈ സുവിശേഷത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്, സഹോദര സഹോദരി, നിനക്ക് ഒരു ദോഷവും വരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ ഈ വീടിന്റെ ഈ മുറ്റത്ത് നിന്നുകൊണ്ട് അവൻ സത്യവേദ പുസ്തകത്തെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, സ്നേഹിത, നിനക്കൊരു ദോഷവും ചെയ്യരുത്.
ഇത് പറയുമ്പോൾ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. എത്ര മാത്രം ദാരുണമായിരിക്കുന്ന സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും ടെലിവിഷൻ ചാനലിലൂടെ കാണുന്നുണ്ട്, അത് പത്രത്തിലൂടെ നമ്മൾ വായിച്ചറിയുന്നുണ്ട്, മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന ഓരോ വാർത്തകളും വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന എത്രയോ വാർത്തകളാണ് കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്വന്തം മോന് സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ കത്തിയുമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റുകൾ ഇട്ടു. എങ്ങനെ തോന്നിയിടാ മോനെ നിനക്കത്? 9.5 മാസത്തിലധികം നിന്നെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് വേദനയോടുകൂടി നിന്നെ പ്രസവിച്ച നിന്റെ മാതാവിനെ എന്ത് കാരണത്താലായിക്കൊള്ളട്ടെ, അതിൽ ലഹരിയായിക്കൊള്ളട്ടെ, സാമ്പത്തിക വിഷയമായിക്കൊള്ളട്ടെ, കുടുംബ വിഷയമായിക്കൊള്ളട്ടെ, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ആ മാതാവിനെ നീ തന്നെ നിന്റെ ആയുധം കൊണ്ട് അതേ നീ കൊലപ്പെടുത്തുമ്പോൾ ആ മാതൃത്വത്തോട് നീ കാണിച്ച ക്രൂരത എത്ര ഭയാനകമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, സമ്പത്തുണ്ടെങ്കിലും ജീവിത അധികാരമുണ്ടെങ്കിലും പ്രത്യായ ശാസ്ത്രങ്ങളും തത്വങ്ങളും എല്ലാം ഉണ്ടെങ്കിലും മനോഹരമായിരിക്കുന്ന മണിസൗധങ്ങളെല്ലാം ഉണ്ടെങ്കിലും യാത്ര ചെയ്യാൻ സുന്ദരമായിരിക്കുന്ന വാഹനങ്ങളുണ്ടെങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാം വിജയമാണെങ്കിലും ഇന്ന് രാത്രി പറയുന്നു, എവിടേക്കോ അനവധി വീടുകളിൽ ദോഷങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ആ ദോഷങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അതിനു വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആമേൻ, ഇന്ന് രാത്രി വളരെ സന്തോഷമുണ്ട്. ഒരു സുവിശേഷ വക്താവായിരുന്നുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയം മാത്രം ആമേൻ ഈ ദേശത്തോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ അതിനാധാരമായി ആമേൻ ഒരു തിരുവചന വേദഭാഗം നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവന്ന്, ശ്രോതാക്കളായ ആളുകളുടെ ഹൃദയത്തിൽ ചിന്തയിൽ കൊണ്ടുവന്ന് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശ്രമപ്പെടുന്ന ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. മതി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഒരു നിമിഷം കണ്ണുകളെ നടയ്ക്കാം. സ്തോത്രം. പരിശുദ്ധപിതാവേ, സ്വർഗ്ഗസ്ഥനായ നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവ ശക്തിയാണ്. ആ ക്രൂശിന്റെ വചനം ഇന്ന് രാത്രിയിൽ ദേശത്തോട് സംസാരിപ്പാൻ അയോഗ്യനായ അടിയനെ അവനിയിൽ യോഗ്യനാക്കി തീർത്ത എൻ്റെ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. പുകഴാൻ ഒന്നുമില്ലപ്പ, പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിരത്തി വയ്ക്കുവാൻ യോഗ്യതകൾ ഒന്നുമില്ല. ആമേൻ. അവിടുത്തെ കരങ്ങളിലേക്ക് അവിടെ ഏൽപ്പിക്കുകയാണ്. ഈ തിരുവചനം ദേശത്തോട് സംസാരിപ്പാൻ അവിടുന്ന് അടിയനെ ബലപ്പെടുത്തണം. കേൾവിക്കാരായ ഓരോ ശ്രോതാക്കളുടെ ഹൃദയങ്ങളോടും ദൈവം ഇടപെടുമാറാകണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ വചനത്തിനായി ഞാൻ ദൈവത്തെ അതിയായി മഹത്വപ്പെടുത്തുകയാണ്. നാം വായിച്ചു കേട്ട വചനം എങ്ങനെയാണ്? ആമേൻ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ സത്യവേദ പുസ്തകം ആമേൻ ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയാമോ? സ്തോത്രം. ആകമാനം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം ഒന്ന് ഓടിച്ചങ്ങ് പരിശോധിച്ചാൽ 40-ലധികം എഴുത്തുകാർ 16 നൂറ്റാണ്ടുകൾ കൊണ്ടെഴുതി ഏകദേശം 31,173 വാക്യങ്ങൾ. ഇങ്ങനെ പോവുകയാണ് വേദപുസ്തകത്തിൻ്റെ ഒരു കൊച്ചു ലിസ്റ്റ്. അപ്പോൾ ഈ വാക്യങ്ങൾ, പുസ്തകങ്ങൾ എഴുതി തീർത്തിട്ട് ഏകദേശം 19 നൂറ്റാണ്ടുകളായി. ആ 19 നൂറ്റാണ്ടുകൾക്ക് ശേഷമായി ഈ ലോകത്തോട് ആമേൻ സത്യവേദ പുസ്തകം ഓരോ വാക്കുകളായി ലോകത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1919 നൂറ്റാണ്ടുകളായി, 50-ലധികം തലമുറകളായി ലക്ഷക്കണക്കിന് സുവിശേഷകർ ഈ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നു.
എന്നോട് ഒരു പ്രാവശ്യം ഒരാളിങ്ങനെ ചോദിപ്പാനിടയായി തീർന്നു, വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുന്നു എന്ന്. കാരണം അവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇടുക്കിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രക്ഷോഭ സമരങ്ങളും ഒത്തിരി കാര്യങ്ങളുമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പാസ് അങ്ങനെ ഒരു വിഷയമൊക്കെ ഒന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, രാഷ്ട്രീയം പ്രസംഗിക്കാൻ അറിയാം അത്യാവശ്യം, മറ്റു ചില സാമൂഹികമായിരിക്കുന്ന മറ്റു ചില വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ പ്രസംഗിക്കാൻ അറിയാം. പക്ഷേ അത്തരം പ്രഭാഷണങ്ങൾക്ക്, അത്തരം പ്രസംഗങ്ങൾക്കൊന്നും ആയുസില്ല. കാരണം ഇന്ന് പ്രസംഗിക്കുന്ന പ്രമേയങ്ങൾ നാളെ മാറ്റി പറയേണ്ടതായിട്ട് വരും. പക്ഷേ സത്യവേദ പുസ്തകം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെയും അതിന് തിരുത്തൽ പറയേണ്ടതായി വന്നിട്ടില്ല. ഒരിക്കലും അത് പ്രസംഗിച്ചിട്ട് തലകുനിക്കേണ്ടതായിട്ട് വന്നില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷം അഥവാ സത്യവേദ പുസ്തകം തന്നെ പ്രസംഗത്തിന് പ്രമേയമായിട്ട് ആധാരമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏതാരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ 19 നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിൽ പ്രസംഗിച്ചിട്ടും ഇന്നും തീരാതെ, ഇന്ന് രാത്രിയിലും ഹൃദയത്തിലും മാനസികമായി തകർന്നവർക്ക്, മുറിവേറ്റവർക്ക്, സമാധാനം നഷ്ടപ്പെട്ടവർക്ക്, സന്തോഷം നഷ്ടപ്പെട്ടവർക്ക്, തിരുത്തുവാൻ കഴിയാതെ വണ്ണം ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ തിരുത്തൽ ഉണ്ടാക്കുവാനായി ഇവിടുത്തെ വൃത്തിയായ ശാസ്ത്രങ്ങളും ഇവിടുത്തെ പ്രഭാഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ സത്യവേദ പുസ്തകത്തിലെ ഒരൊറ്റ വാക്ക് പോലും പരാജയപ്പെട്ടിട്ടില്ല. അതിന്നും വിജയകരമായി തന്നെ നിൽക്കുന്നത് കൊണ്ട് സുവിശേഷം ഇന്നും ഞങ്ങൾ സധൈര്യമായി പ്രസംഗിക്കപ്പെടുകയാണ്. അവിടുന്ന് രാത്രിയിൽ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തു ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇന്ന് 3 കാര്യമായി രാത്രി എല്ലാം പറയാൻ സമയമൊത്തില്ല എങ്കിൽ അവൻ പറഞ്ഞത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ക്രിസ്തു ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് തന്നെ ഇതിനു മുൻപും കേട്ടിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ അടുത്തിടയ്ക്ക് ഒരു പരിശോധന ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആരോ അടുത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞു, അത് ഈ പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു, സഹോദര, ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വന്നതാണ്, പക്ഷേ അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. പക്ഷേ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ കർത്താവ് പ്രവർത്തിച്ചതറിയാം, ഇവിടെ മരിച്ചതറിയാം. എന്നാൽ മറ്റൊന്നും കൂടെ അറിയാനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഈ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നത്. എന്താണെന്നറിയാവോ? ജനിച്ചത് മാത്രമല്ല, ജീവിച്ചത് മാത്രമല്ല, മരിച്ചത് മാത്രമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ് കടന്നുപോയ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതും കൂടി ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ കവലയിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു വന്നത് എനിക്കറിയാം, യേശു ജീവിച്ചത് എനിക്കറിയാം, യേശു മരിച്ചത് എനിക്കറിയാം, യേശു ഉയർത്തെഴുന്നേറ്റത് എനിക്കറിയാം. എന്നാരെങ്കിലും ഹൃദയത്തിൽ ആമേൻ വിശ്വസിക്കുന്നെങ്കിൽ, ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, സ്നേഹിത നല്ലതാ. എന്നാൽ ഒരു കാര്യം കൂടെ താങ്കൾ മറന്നു പോകരുത്. ഈ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ ആമേൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ ആ ക്രിസ്തുവിന്റെ പുനരാഗമനത്തെയും കൂടെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാ യേശുവിനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ഈ ലോകത്തിൽ പറഞ്ഞതായിരിക്കുന്ന, ലോകത്തിൽ അന്നത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശ്രേഷ്ഠമായിരിക്കുന്ന 3 കാര്യങ്ങൾ ഈ ഒരൊറ്റ വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, യേശു പറഞ്ഞു, ഞാൻ വഴി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. വഴി എന്ന ഒരു സംവിധാനം ഈ ലോകത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ അവിടെ ഇവിടങ്ങളിലെല്ലാം എത്തുന്നതെന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഉദാഹരണമായിട്ട് ഇടുക്കി ജില്ലയിൽ താമസിക്കുന്നയാള് പത്തനംതിട്ട ജില്ലയിലോ കോട്ടയം ജില്ലയിൽ വരണമെങ്കിൽ അതിന് വഴി ആവശ്യമാണ്. ഒന്ന്, കരമാർഗത്തിലൂടെയുള്ള റോഡുകൾ മുഖാന്തരമായിട്ട് ഈ അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നമുക്ക് സമുദ്രപാതയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിലേ വരേണ്ട കാര്യമില്ല, കരയിലൂടെ മാത്രം വന്നാൽ മതി. എന്നാൽ മറ്റൊന്ന് ഞാൻ പറയാം,
നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് കരമാർഗമല്ലാതെ സമുദ്രമാർഗമല്ലാതെ ആകാശപാതയിലൂടെ അഥവാ ഫ്ലൈറ്റിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? ഈ തിരുവനന്തപുരത്തേക്ക് എല്ലാം കഴിയും. അപ്പോൾ വഴി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മനുഷ്യനെ ബന്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യനെ ബന്ധപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യത്തിലൂടെ ദൈവം ഒരുക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൽ ഒരുക്കപ്പെട്ടുള്ള ഒരു പ്രത്യേകതയാണ് വഴി എന്ന് പറയുന്നത്. ഞാൻ ഉപവർഗമായിട്ട് പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, പുറത്താരെങ്കിലും കേൾക്കുന്നെങ്കിൽ ആ കേൾവിക്കാരുടെ ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ്. വഴി എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ, ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം ഏദൻ പരദീസയിൽ ആദം ഹവ്വ ദമ്പതികളെ ദൈവം തന്റെ സ്വരൂപത്തിലും സ്വാതന്ത്ര്യത്തിലും അവൻ മെനയപ്പെടുവാനിടയായി. നാം വായിക്കുന്ന ഇങ്ങനെയാണ്: കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി, ആ തോട്ടത്തിനകത്ത് അവരെ പാർപ്പിച്ചു. വായിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ആദമനെ പേർ ചൊല്ലി വിളിക്കുന്നതിന് പതിവുണ്ടായിരുന്നു. എന്നാൽ ആ 3-ാം അധ്യായത്തിൽ പിശാചുമായി പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയപ്പോൾ 4-ാം അധ്യായത്തിന്റെ ആരംഭ ദശകത്തിൽ നാം വായിക്കുന്നു: ആ ഏദൻ തോട്ടത്തിൽ നിന്ന് അതേ ആദം ഹവ്വ ദമ്പതികൾ പുറത്തായി പോയി. ചുരുക്കം പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംസർഗം വിട്ട്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ വിട്ട്, അന്ന് ദൈവത്തിൽ നിന്ന് മനുഷ്യജാതി പറഞ്ഞാൽ ആദം ഹവ്വ ദമ്പതികൾ അന്ന് പുറത്തായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ പുറത്തായ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് അടുത്തേലുവാൻ ഇവിടെ ഇരിക്കുന്ന ബൈബിൾ കോളേജ് അധ്യാപകരായിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക്, സുവിശേഷകർക്ക് അറിയാവുന്നൊരു സത്യമുണ്ട്. എത്രയോ കാലങ്ങൾ ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ വേണ്ടി വിവിധ വഴികൾ മനുഷ്യൻ അന്വേഷിച്ചു. പക്ഷേ ആ വഴികളൊന്നും അതിന് പ്രയോജനപ്പെടാതെ ആ വഴികളെല്ലാം അസ്ഥാനത്തായി മാറിപ്പോയപ്പോൾ കാലത്തിന്റെ തികവിൽ ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ലോകത്തിൽ ഒരുവൻ അവതരിച്ചു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും എന്ന് പറഞ്ഞ് ഒരുവൻ ഈ ലോകത്തിൽ അവതരിച്ചു. കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് എന്തിനാണ്? ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവത്തിൽ നടിപ്പിക്കേണ്ടതിന് ഒരു വഴിയായി ഈ ലോകത്തിൽ ക്രിസ്തു അവതരിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ക്രിസ്തു എന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഈ രാത്രിയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാണ്. ഏക വഴി ദൈവത്തിലേക്ക് മനുഷ്യന് നടന്നെടുക്കുവാൻ ചെല്ലുവാനുള്ള ഏക വഴി ക്രിസ്തുവാ. അതല്ലാതെ മറ്റൊരു വഴിയില്ല. അപ്പോൾ വഴിതെറ്റിയ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചിറങ്ങി, പക്ഷെ കണ്ടെത്താനായില്ല. മലയാളത്തിലെ സാഹിത്യകാരന്മാർ പാട്ട് പാടിയതില്ലേ? സിനിമാ പാട്ടാന്ന് ഓർത്ത് ആരും തെറ്റിദ്ധരിക്കരുത്. എന്താ പാടിയത്? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തെരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല. ആ പാട്ട് കേട്ടിട്ടില്ലയോ? ഞങ്ങളവിടേക്ക് കേട്ടിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുക. ആമേൻ. അപ്പോൾ ദൈവത്തെ തേടിയിറങ്ങിയ മനുഷ്യന് വഴിതെറ്റി. അങ്ങനെ വഴിതെറ്റിയ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവന്റെ ജീവിതമാകുന്ന വഴിയിൽ തപ്പിത്തടഞ്ഞവൻ നിൽക്കുമ്പോൾ ആ ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നെത്തിക്കുവാൻ ഈ ലോകത്തിൽ വഴിയായി ജനിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തു വിളിച്ചു പറഞ്ഞത്, ഞാൻ വഴിയാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വഴിയിലൂടെ പോകുന്നവർക്ക് മാത്രമേ ദൈവത്തിങ്കിലേക്ക് ചെല്ലാനായി സാധിക്കത്തുള്ളൂ. മറ്റു വഴിയിലൂടെയാണ് സ്നേഹിത താങ്കൾ പോകുന്നതെങ്കിൽ ആ വഴി ചെന്നെത്തുന്നത് നരകത്തിലേക്കായിരിക്കും, അതിന് കവാടത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങളുണ്ടെങ്കിൽ നീ ദൈവത്തിങ്കിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിലേക്ക് ചെന്നെത്താൻ കഴിയൂ. വേറൊരു വഴിയില്ല കേട്ടോ. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. ആഗ്രഹമുണ്ടെങ്കിലും അവൻ മറ്റൊരു വഴിയില്ല. ഏക വഴി
വഴി ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവാകുന്ന ഈ വഴിയിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മാനവജാതിക്ക് ചെല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് ആമേൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആമേൻ മനുഷ്യനായിട്ട് അവതരിച്ചു. അന്നത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് വഴി. ഇത് പറയുമ്പോൾ അതിന് പിന്നിൽ ഒത്തിരി ചരിത്രമുണ്ട്, എല്ലാം പറയാൻ സമയമില്ലേ. സ്തോത്രം. യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് BC 800 നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രാർത്ഥനാ ശ്ലോകം ഉണ്ടായിരുന്നു. വിശദീകരണത്തോടുകൂടി പറയാൻ ഒത്തിരി സമയം എടുക്കുന്നില്ലാത്തത് കൊണ്ടാണ്. ആ പ്രാർത്ഥനാ ശ്ലോകം എങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനാ ശ്ലോകമാണ്. തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ, അസതോമ തദ്ഗമയ. അപ്പോൾ ഈ പ്രാർത്ഥനാ ശ്ലോകത്തിനകത്ത് ഈ മുനിവര്യന്മാര് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? ഞങ്ങൾ വഴി തെറ്റി, ഇപ്പം ഇരുട്ടില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങൾ വഴി തെറ്റി, ഞങ്ങൾ ഇരുട്ടില്ല, തപ്പിത്തടയുക, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ശരിയല്ലേ? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തകന്മാരുടെ പിൻഗാമിയായിരിക്കുന്ന ഡയോജനീസ് എന്ന് പറയുന്ന മനുഷ്യൻ ഗ്രീസിന്റെ പച്ച തെരുവിലൂടെ പട്ടാപ്പകൽ 12 മണിക്ക് റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ ആരോ ചോദിച്ചു, എന്താണ് അങ്ങിങ്ങനെ പോകുന്നത്? അപ്പോൾ മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ ലോകം ഇരുളില, ഇവിടെങ്ങാനും വെളിച്ചത്ത് നടക്കുന്ന ഒരുവനുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുകയാ. അതിനെല്ലാം മറുപടിയായിട്ടാ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ജീവിതം മൊത്തം ഇരുളിന് തുല്യമാണെന്ന് വിധി എഴുതി ഇരുട്ടിലാണ് നീയോ നിന്റെ തലമുറയോ സഞ്ചരിക്കുന്നതെങ്കിൽ അത് വെളിച്ചമാക്കി മാറ്റാൻ ഇന്ന് രാത്രിയിൽ ഒരുവൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഒരു ബ്രാക്കറ്റായി ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനാ മന്ത്രം ഇങ്ങനെയാണ്: ഞങ്ങൾ തമസിലാതെ ഇരുട്ടിലാണ്, വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം, ആ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. ആര് കൊണ്ടുപോകും? അതിന് മറുപടിയായിട്ടാണ് ഈ ലോകത്തിൽ വെളിച്ചമായി ക്രിസ്തു അവതരിച്ചു. ആ വെളിച്ചമായി അവതരിച്ച ക്രിസ്തു ദൈവത്തിലേക്ക് മനുഷ്യനെ ആ വെളിച്ചത്തിന്റെ പാതയിലൂടെയാണ് ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എത്ര സുതാര്യമായിരിക്കുന്ന പാത! എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, രാത്രിയുടെ മറവിൽ ഇരുളിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളിനെ നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്. എത്രമാത്രം ആ യാത്രയ്ക്ക് ക്ലേശമുണ്ടാകും. എത്രമാത്രം പരിചിതനാണെങ്കിലും തപ്പിത്തടയുന്ന, തട്ടിച്ചിതറുന്ന അനവധി സാഹചര്യങ്ങളിലൂടെ ഇരുളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. എന്നാൽ ക്രിസ്തു ഈ ലോകത്തിൽ വെളിച്ചമായപ്പോൾ, ആ വെളിച്ചമായ ക്രിസ്തു വഴിയായി മാറിയപ്പോൾ, ആ വഴിയിലൂടെ കടന്നു പോകുന്നവന് തന്റെ ജീവിതത്തിൽ ഒരിക്കലും തട്ടിച്ചിതറാനോ അല്ലെങ്കിൽ കല്ലിൽ തട്ടാനോ ഒരിക്കലും സാധിക്കാതെ വണ്ണം ആ വെളിച്ചത്തിലൂടെ അവൻ ദൈവത്തിലേക്ക് അവനെ നടന്നു പോകാൻ കഴിയും. അതുകൊണ്ടാണ് ആ സഹോദരന്മാരിങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം. ആര് കൊണ്ടുപോകും? അത് കൊണ്ടുപോകുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് ഒരുവൻ ഇറങ്ങി വന്നവൻ പറയാണ്, ഞാൻ ദൈവത്തിന്റെ ഇടയിലേക്ക് അതെ കൊണ്ടുപോകാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാണ്, സ്വന്തം മക്കളെ നേർവഴിക്ക് കൊണ്ടുപോകുവാൻ പരാജയപ്പെട്ട അവൻ ഇവിടുത്തെ തത്വശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ തത്വസംഹിതകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപദേശങ്ങൾ ഒക്കെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ യേശു വന്ന വഴിയിലേക്ക് നിങ്ങളുടെ തലമുറയെ നിങ്ങൾ വിടാനായി ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ക്രിസ്തുവിന്റെ ആ വഴിയിലൂടെ മക്കളെ വിടാനായി ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറായാൽ ആ വഴിയിലൂടെ അപകടമില്ല. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ ഭയപ്പെടണ്ട. അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് ആ തലമുറ എത്തിക്കൊള്ളും. അല്ലാതെ പോകുന്നതൊന്നും ഈ ലോക ജീവിത യാത്രയിൽ അങ്ങ് ദൂരെ അധികം ഓടുകയിൽ എത്തുകയില്ല. ഒരു അപകടം മുന്നിലുണ്ടാകും. അതുകൊണ്ട് രാത്രി ക്രിസ്തു വഴി എന്ന് വിളിച്ചു പറയുമ്പോൾ ഈ വഴിയിലൂടെ പോകുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. എത്രയോ ജീവിതങ്ങള്. ഞാൻ ഈ ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം എന്ന് പറയുന്ന ഒരു വലിയ പട്ടണമുണ്ട്.
പട്ടണത്തിൽ ഇങ്ങനെ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ലിസ്റ്റിൽപ്പെട്ട നമ്പർ 1 പാർട്ടിയായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാവും തന്നോടുകൂടെയുള്ള ചില സഹോദരന്മാരും കൂടെ ഇതെന്തെന്നറിയാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഈ മനുഷ്യന്റെ ജീവിതം ക്ഷണഭങ്കരമാണ്. മനുഷ്യന്റെ ആയുസ് വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു, 70 സംവത്സരം ഏറെയായാൽ 80. ഈ 70-80 വർഷക്കാരോട് ജീവിക്കുന്ന മനുഷ്യൻ ആ ജീവിതത്തിന് ശേഷം അവനിവിടുന്ന് നടന്നു പോകുകയാണ്. അത് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, അത് വേഗം തീരുകയും ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. തന്നെ ഈ പറന്നു പോകുമ്പോൾ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എന്തെല്ലാം ഇവിടെ നേടിയാലും ആ നേടുന്നൊന്നും ഒന്നിനൊക്കത്തില്ല, കൊണ്ടുപോകാനായിട്ട് ഒക്കത്തില്ല, ഒന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നല്ലേ. നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് കാണാൻ വേണ്ടിയിട്ട് 2 കൈകളും അതേ മഞ്ചത്തിന്റെ പുളിയിലേക്ക് ഇട്ടുകൊണ്ട് നടന്നു പോകുമ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ, ഈ ലോകത്തിൽ ഒന്നെല്ലാം നേടി, പക്ഷേ നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് കാണേണ്ടതിന് എല്ലാവരും മനസ്സിലാക്കട്ടെ, ഇവിടെ നിന്ന് നേടിയാലൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ തന്നെ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന റഷ്യൻ ചിന്തകന്റെ ഒരു കഥ ഇങ്ങനുണ്ട്. ആ കഥയിലെ പഗാം എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ, ഒരു കർഷകൻ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഗ്രാമത്തിലെ ഒരു ഗ്രാമത്തലവനായിരിക്കുന്ന മനുഷ്യൻ ഓർഡറിട്ടു, ഈ ദേശത്തിലെ കർഷകന്മാർക്ക് ഞാൻ ഭൂമി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഭൂമി കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം മുഴുവൻ അവൻ സഞ്ചരിച്ചിട്ട് തിരികെ വന്ന് തൻ്റെ മുമ്പിൽ കടന്നു വരുന്ന അത്രയും ദൂരം ഒരാൾ കടന്നുപോയി, എത്രത്തോളം പോയി അവന് തൻ്റെ കാൽച്ചുവടുകൾ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നുവോ അത്രത്തോളം കൊണ്ടുപോയിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് ആ വയ്ക്കുന്ന അത്രത്തോളം ദൂരമുള്ള ഭൂമി അവന് സ്വന്തമാണ്. അങ്ങനെ ഒരുവൻ പോയതിനെക്കുറിച്ച് ടോൾസ്റ്റോയ് ഒരു കഥ പറഞ്ഞു. ഒരുവൻ ഗ്രാമത്തലവന് മുമ്പിൽ നിന്ന് ഭൂമി സമ്പാദിക്കാനായിട്ട് പോയി. അവൻ പോകുമെന്ന് പറഞ്ഞില്ല, ആദ്യം ഞാൻ പോയി എന്ത് ചെയ്തു, കിലോമീറ്ററുകളോളം പുള്ളി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്, ഞാൻ തിരിച്ച് ഈ ഗ്രാമത്തലവന്റെ അടുക്കൽ വന്നെങ്കിൽ മാത്രമേ ഞാൻ പോയി തിരികെ വന്ന അത്രയും ദൂരമുള്ള ഭൂമി എനിക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ സംഭവിച്ചെന്നറിയാവോ, ഗ്രാമത്തലവന്റെ അടുക്കിലേക്ക് തിരികെ വന്ന വഴിയിൽ സംഭവിച്ചെന്നറിയാവോ, അത് നടന്നു തീർക്കാൻ കഴിയാതെ വണ്ണം അവസാനം ഓട്ടത്തിൽ കിതച്ച് താഴെ വീണം മരണപ്പെട്ടപ്പോൾ ടോൾസ്റ്റോയ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ ഇവിടെ എന്തെല്ലാം നേടിയാലും ഒടുക്കം 6 അടി മണ്ണ് മാത്രമേ അവന് സ്വന്തമുള്ളൂ. ഏത് മനുഷ്യനും അവനെ ഒന്ന് കിടത്താനായിട്ട് 6 അടി മണ്ണിന്റെ, അതുകൊണ്ട് 6 അടി മണ്ണിന്റെ ജന്മി എന്ന് അദ്ദേഹം ഒരു കഥ എഴുതാനിടത്ത്, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ എന്തെല്ലാം നേടിയാലും, അധികാരങ്ങൾ നേടിയാലും, സമ്പത്ത് നേടിയാലും, എത്ര ആർഭാടങ്ങളിലൂടെ ജീവിച്ചാലും മനുഷ്യന്റെ അവസാനം എന്ന് പറയുന്നത് 6 അടി മണ്ണിൽ ഇവിടെ അവസാനിക്കും. ഒന്നെങ്കിൽ കിടത്താൻ ചിതയൊരുക്കാനായിട്ട് 6 അടി മണ്ണ്, അല്ലെങ്കിൽ പെട്ടിവെക്കാനായിട്ട് 6 അടി മണ്ണ്, അതിനപ്പുറത്തേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകാനായിട്ട് അവന് കഴിയുന്നതല്ല. ആ 6 അടി മണ്ണിനെ മാത്രം സ്വന്തമായവനല്ലേ ഇവിടെ കിടന്ന് തമ്മിലടിക്കുന്നത്, ഇവിടെ കിടന്ന് കത്തിക്കുത്തുണ്ടാക്കുന്നത്, ഇവിടെ കിടന്ന് ബോംബെറിയുന്നത്, സ്വന്തം സഹോദരനെ മറ്റൊരു എതിർപ്പാർട്ടിയുടെ പേരിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വഴിയിൽ അവൻ കുത്തിമലർത്തുന്നത്, അവനെ ബോംബെറിഞ്ഞ് കൊല്ലുന്നത് എന്തിനാ സ്നേഹിത? എന്തു നേടാനാണ്? പെറ്റമ്മയുടെ കണ്ണുനീര്, സ്വന്തം ഭാര്യയുടെ കണ്ണുനീര്, സ്വന്തം മക്കളുടെ കണ്ണുനീര് ഏറ്റുവാങ്ങിയ ശാപം ഏറ്റുവാങ്ങി എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്? അപ്പോൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ഈ ചിന്തകൾ പറഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്ത് വാഹനത്തിൽ കയറുമ്പോൾ ആ സഹോദരൻ മുമ്പോട്ട് കടന്നു പറഞ്ഞു, പേര് വെളിപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ സാറേ, ഞാൻ കേരളത്തിലെ നമ്പർ 1 പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളാണ്. ഒരുപാട് ഗുണ്ടായുസത്തിനും ഒരുപാട് കൂലിത്തല്ലിനും ഒരുപാട് കുറ്റകൃത്യങ്ങൾക്കും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റായിപ്പോയി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ മഹായോഗങ്ങളിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ക്രിസ്തു വന്ന വഴിയിലൂടെ താങ്കൾ ഇറങ്ങി വന്ന് സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരുവനോട് പകയില്ലാതെ, മറ്റൊരുവനോട് സ്നേഹമായിട്ട്, ശത്രുതയില്ലാതെ ജീവിക്കാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷം വന്ന വഴിയിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. 2 ദേഹം മുഴുവൻ ചങ്ങല വാരിക്കൊണ്ട് അഗ്രിപ്പാ രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന പൗലോസിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെയാകണമെന്ന് അവൻ എനിക്ക് ആഗ്രഹമുണ്ട്.
വാഴണമെന്ന് പറഞ്ഞ പോലെ ഒറ്റയാഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇവിടെ മതമുണ്ടാക്കാനല്ല, ഇവിടെ സംഘടന വളർത്താനല്ല, ഇവിടെ ആളെ കൂട്ടാനല്ല. ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. 6 അടി മണ്ണിൽ ഇവിടെ ജീവിതം അവസാനിക്കുമ്പോൾ സ്നേഹിത നേടുന്നതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാതെ ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ നിത്യത അവനത് ചെലവഴിക്കപ്പെടാനുള്ള സ്ഥലമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ സ്ഥലത്തെത്തുള്ള മാർഗം വഴിയാണ് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് അത് വിളിച്ചു പറയുന്നത്. ഇതാണ് ക്രിസ്തു വന്ന വഴി. അവിടെ ചെല്ലുന്നിടത്തൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ആളുകൾ വിചാരിക്കും മതമാ. ഒരിക്കലുമല്ല. ക്രിസ്തു ഒരു മതത്തിന്റെ ആളല്ല. ആമേൻ. ക്രിസ്തു ഒരു മതത്തിന്റെ ആളല്ല. എന്താണ് ക്രിസ്തു പറഞ്ഞത്? സകല ജാതികളെയും ശിഷ്യരാക്കാൻ പറഞ്ഞു. സകല ജാതികളെയും ശിഷ്യരാക്കാൻ പറഞ്ഞു. ജാതിയില്ല, മതമില്ല. ഇവിടുത്തെ നേതാക്കന്മാർ, നേതൃത്വങ്ങൾ ജാതിക്കും മതത്തിനും വേണ്ടി നിലകൊള്ളുമ്പോൾ, ജാതിയും മതവും രാഷ്ട്രീയവും വളർത്തുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു എനിക്കതില്ല. ശാന്തമാടി നിന്നിച്ച് യേശു ക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷയുടെ കാലം നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളും അതുപോലെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ശ്രോതാക്കളും ചിന്തിക്ക്. തന്റെ 30-ാമത്തെ വയസ്സിൽ ക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. 3 വർഷം മാത്രമേ ശുശ്രൂഷ ലോകത്തിൽ ചെയ്തോളൂ. ഈ 3 വർഷം കൊണ്ട് നമുക്കറിയാം വാദക്കൽ ഇടമില്ലാതെ ആളുകൂടി 10,000-കണക്കിന് പുരുഷാരങ്ങൾ യേശുവിനോട് വട്ടം കൂടി എപ്പോഴും നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ആളുകളുടെ ഇടയിൽ ഏറ്റവും വലിയ ജനകീയനായിട്ട് ക്രിസ്തു ജീവിച്ചു. അല്ലേ? സത്യമല്ലേ? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും ഏറ്റവും വലിയ ജനകീയനായിട്ട് ജീവിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉച്ചത്തിൽ ഞങ്ങൾ വിളിച്ചു പറയും ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവാണ് ഏറ്റവും ജനകീയനായിട്ട് ഇവിടെ ജീവിച്ചത്. പക്ഷെ ഈ ജനകീയനായിട്ട് ജീവിച്ച ക്രിസ്തുവിന്റെ ആദർശം നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കേ പ്രിയവരെയോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കിക്കേ. ഇത്രയും അധികം ആളുകൾ അകമ്പടിയോടുകൂടി ജീവിച്ച ക്രിസ്തു തന്നെ പിടിക്കപ്പെട്ട രാത്രിയിൽ, അതിനു മുമ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? യേശുവിന് ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് കന്നാവിനോട്, കയ്യപ്പാവിനോട്, നാട് ഭരിക്കുന്ന അതേ ഹെരോദ രാജാവിനോട്, അതുപോലെ തന്നെ പീലാത്തോസ് ഗവർണറോട് യേശുവിന് പറയാം 10,000-കണക്കിന് ആളുകൾ എന്റെ പിന്നിലുണ്ട്. എന്നെ തൊട്ടാ കളിമാറും. ചോദിക്കാനും പറയാനും എനിക്ക് പറയൽ അടികളുണ്ട് എന്ന് യേശുവിന് പറയാം. പോകുന്നിടത്തൊക്കെയും 1000-കണക്കിന് 10,000-കണക്കിന് പുരുഷാരങ്ങളുടെ അകമ്പടിയോടുകൂടി നടന്ന കർത്താവ് ഒന്ന് തനിക്ക് വേണമായിരുന്നെങ്കിൽ ഈ വലിയ സംഘത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു വലിയ സംഘടന യേശുവിനുണ്ടാക്കാമായിരുന്നു. എന്നിട്ട് ആ സംഘടനയുടെ തലവനായിട്ട് ഇരുന്നു കൊണ്ട് ഒരു പക്ഷേ പറയാമായിരുന്നു എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എന്റെ മുമ്പിലും പിമ്പിലും എന്റെ സൈഡിലും എനിക്ക് അനുകൂലമായിട്ട് എന്നെ സംരക്ഷിക്കാനായിട്ട് എനിക്ക് അണികളുണ്ട് എന്ന് യേശുവിന് പറയാമായിരുന്നു. ഇത്രയും സാഹചര്യങ്ങൾക്ക് ഭൗതിക തലത്തിൽ യേശുവിന് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നിട്ടും എന്നെ കേൾക്കുന്ന സ്നേഹിത, അതിലൊരു കുഞ്ഞിനെ പോലും പിടിച്ച് എനിക്ക് വേണ്ടി നീ വാദിക്കണം, എനിക്ക് വേണ്ടി പോരാടണം, എന്നെ പിടിക്കുമ്പോൾ നീ ഇറങ്ങണം, നീ പ്രതിരോധിക്കണം എന്ന് പറയാതെ ആണികൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മാനവജാതിക്കും വേണ്ടി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, എല്ലാം തകർന്നവനെ പോലെ, സകലത്തിന്റെ ഉടമസ്ഥനായവൻ, സകലവന്റെ നിർമ്മാതായവൻ ഈ ലോകത്തിൽ എത്ര ദാരുണമായിരിക്കുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അതാണ് ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത്. ആ മാർഗത്തിനകത്ത് മതമില്ല, ആ മാർഗത്തിനകത്ത് ജാതിയില്ല, ആ മാർഗത്തിന് വർണ്ണ വ്യത്യാസമില്ല, അതിനകത്ത് കോഴിയുടെ കളറില്ല, അതിനകത്ത് നിറമില്ല. ഏത് മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ദൈവ സ്നേഹമാണ് യേശു ക്രിസ്തുവിന്റെ. അവൻ ആ സ്നേഹം ഇന്ന് രാത്രി ആ ഒരു തിരിച്ചറിവ് എന്നേക്കുള്ള ശ്രോതാക്കളെ നിങ്ങളുടെ അകത്തളങ്ങളിൽ ഉണ്ടാകട്ടെ. അതാ ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത്. നിങ്ങൾക്കറിയുമോ, യേശു മരിച്ചപ്പോ അന്നത്തെ റോമൻ ഭരണകൂടം എങ്ങനെയാ ചിന്തിച്ചെന്നറിയാമോ? ഒരു 4 കൊല്ലം കഴിയുമ്പോൾ കഥയെല്ലാം മാറി മറിയും. എല്ലാം മാറി മറിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ സാമ്രാജ്യം നമുക്ക് വളർത്താം. ക്രിസ്തുവിന്റെ മാർഗക്കാരൊന്നും ഭൂമിയിൽ ഉണ്ടാകത്തില്ല. കാരണം നേതാവായിരിക്കുന്ന ക്രിസ്തു അമ്മ പോയല്ലോ, ഇനി ഉണ്ടാകത്തില്ല. പക്ഷെ 4 വർഷം കഴിഞ്ഞപ്പോൾ സാഹചര്യം മാറി മറിഞ്ഞു. വേദചരിത്ര ചിന്തകന്മാർ വിളിച്ചു പറയുക,
എല്ലാവരും തങ്ങളുടെ സാമ്രാജ്യങ്ങളെ സ്ഥാപിച്ചത് അധികാരങ്ങൾ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ഇരുമ്പ് രഥങ്ങൾ കൊണ്ടുമൊക്കെയാണ് ഇവിടെ അധികാരങ്ങൾ സ്ഥാപിച്ചതെങ്കിൽ സ്നേഹം കൊണ്ട് അധികാരം അത് ഒരു സാമ്രാജ്യം സ്ഥാപിച്ച ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ജാതിയില്ല, മതമില്ല, ആർക്കും യേശുവിനെ അവൻ രക്ഷിതാവും കർത്താവുമായി അവൻ സ്വീകരിക്കാം. ഏത് മതമെന്നോ ജാതിയെന്നോ ഇല്ല, ആർക്കും ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാം. ഇതിനകത്ത് സ്നേഹിതരെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല ക്രിസ്തു, സകല മാനവജാതിയുടെയും രക്ഷിതാവായ ക്രിസ്തു. അതുകൊണ്ടാണ് എവിടെ പോയാലും ഞങ്ങൾ പറയുന്നത്, ക്രിസ്തു ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള. അപ്പോൾ ആ ക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ മനുഷ്യന് വഴിയായി ഈ ലോകത്തിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തു. ഈ വഴിയെ സഞ്ചരിക്കുന്നവന് മാത്രമേ എവിടെ എത്താനൊക്കത്തുള്ളൂ, ദൈവത്തിങ്കിലേക്ക് ചെല്ലാനൊക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യപ്പെട്ടത് ഓടിച്ചു വിടുന്നു. പേട്ടംകാറായില്ലേ, 9 മണിക്കല്ലേ നടത്തുന്നത്, 5 മിനിറ്റ് മുമ്പ് നടത്തണമല്ലോ അല്ലേ, എല്ലാ വർഷങ്ങളിലും എൻ്റെ ക്രിസ്തുവോ. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിശദീകരിക്കണമുണ്ട്. ക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യമാണ്. ഇവിടുത്തെയൊക്കെ ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, വായ് തുറന്നു കഴിഞ്ഞാൽ നുണ പറയാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വായ് തുറക്കാറുള്ളൂ. നമ്മൾ ശാന്തമായിട്ട് ഇത് ചെയ്യും. ഞാൻ ഈ ചില ടെലിവിഷനൊക്കെ ചില തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ചിലതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ പിടിച്ചിടും. എന്നിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ അത് എടുത്തു വെച്ച് നോക്കും. എന്താ പറഞ്ഞാൽ ഇതുപോലെ തോലിക്കട്ടി സമ്മതിച്ചു കൊടുക്കണം, പറഞ്ഞത് നേരെ ഘടകവിരുദ്ധമായിട്ട് ഇങ്ങനെ പറയാനായിട്ട് സമ്മതിച്ചു കൊടുക്കണം. ആമേൻ. അതിപ്പോൾ ഇവിടെ പറയേണ്ട മുറ്റത്ത് എന്ന് പറയേണ്ട കാര്യമില്ല. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തെരി വരുന്ന സിറ്റി എന്ന് പറയാം, കിട്ടിയാൽ അവിടെ നിന്ന് കിട്ടും. സത്യം കിട്ടത്തൊന്നുമില്ല. സ്തോത്രം. ഉള്ള കാര്യമല്ലേ വിളിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ ക്രിസ്തുവിനെ നോക്ക്, സത്യം. ഇന്നത്തെ ലോകത്തിൽ ഇല്ലാതെ പോകുന്ന ഒന്നാണ് സത്യം. സത്യമില്ല. മനസ്സിലോ? ശാന്തമായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സത്യമില്ലാത്തത് കൊണ്ട് പകരം അസത്യം. അതുകൊണ്ടാണ് അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞത്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. ശാന്തമായിരിക്കാം. ഏത് നേതാക്കന്മാർക്ക് ഇവിടെ സത്യമുണ്ട്, അത് ഏത് ഭരണകൂടത്തിന് ഇവിടെ സത്യമുണ്ട്. മലയാളിക്കെല്ലാം അറിയാം, ഈ പറയപ്പെടുന്ന ആർക്കും ഈ പറയപ്പെടുന്ന സത്യമൊന്നുമില്ല. നമ്മളാരും പ്രതികരിക്കാതിരിക്കുന്ന ഇവർക്കെല്ലാവരും തോന്നലുണ്ട്, ഈ നമ്മളൊന്നും പൊതുവിൽ ഇത് പറയാതിരിക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ലാത്തതാണ്. ഇവിടെ നമുക്കെല്ലാം അറിയാം, ഇവിടെ ആർക്കൊക്കെ സത്യമുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിൽ സത്യമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ക്രിസ്തു എന്നത് സത്യമാണ്, സത്യമാണ്. ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. പൊന്നു സ്നേഹിതരെ, ശാന്തമായി ചിന്തിക്കും. ഞാൻ ഈ പബ്ലിക്കിൽ എപ്പോഴും വിളിച്ചു വരുന്ന കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകം പ്രസംഗിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് പറയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലമുണ്ടെന്ന് സമ്മതിക്കുന്ന ആളുകളുണ്ട്, സ്ഥലമുണ്ടെന്ന് സമ്മതിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് ജെറുസലേം, അതുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ജെറുസലേമിൽ ജനിച്ച യേശുവിനെ വിശ്വസിക്കാൻ ചിലർക്ക് പ്രയാസമാണ്. അപ്പോൾ അതെന്താ? ഇത് ബൈബിളിലൂടെയാണ് ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ വിശ്വസിക്കും. അബ്രഹാം ജനിച്ചെന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ആ ബൈബിളിൽ യേശു ജനിച്ച ചില ആളുകൾ പറയുമോ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയുക, ക്രിസ്തു എന്നതൊരു സത്യമാ, മറ്റൊന്നും അവൻ ഞങ്ങൾക്ക് പറയാനില്ല. ഈ സത്യം മാത്രം സത്യമാണെന്ന് 1000 തവണയും ഞങ്ങൾ വിളിച്ചു പറയും. ഇത് സത്യമാ. ഈ സത്യത്തിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന്. ക്രിസ്തു എന്ന സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാ. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഈ സത്യത്തിലേക്ക് താങ്കളും കടന്നു വന്നാൽ താങ്കളും സത്യമുണ്ടാകും. ആ സത്യത്തിന്റെ ജീവിതം താങ്കളും ഉണ്ടാകും. ഇന്ന് മിക്ക കുടുംബങ്ങളിലും എത്ര പിതാക്കന്മാർ, എത്ര മാതാക്കളാ ഭയന്ന് കഴിയുന്നത്. എന്താ? മക്കള് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നൊരു സത്യം പറയുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കാര്യം പറയും, ഒത്തിരി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ കടന്നു വന്നാൽ, എന്നിൽ കടന്നു വന്നാൽ, എന്റെ ഭാര്യയിൽ കടന്നു വന്നാൽ, എന്റെ മക്കളിൽ കടന്നു വന്നാൽ, ഇന്ന് രാത്രി ഞാൻ പറയാം,
ഭാര്യ പറയുന്നത് വിശ്വസിക്കാം, ആമേൻ, ഭർത്താവ് പറയുന്നത് വിശ്വസിക്കാം, മക്കൾ പറയുന്നത് വിശ്വസിക്കാം. എന്താണ് സത്യം എന്ന് പറയുന്നത്? ആ ജീവിതത്തിൽ കടന്നു വന്നാൽ പരസ്പരം വിശ്വസിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നത്. പക്ഷേ എന്താ കാരണം? സത്യമില്ല. അപ്പൊ ക്രിസ്തു സത്യമാ. ഒരു മനുഷ്യന്റെ ഭവനത്തിൽ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വന്നാൽ സത്യമാണ്. സത്യമായി അവൻ ക്രിസ്തു ഒരു മനുഷ്യനെ കടന്നുമ്പോൾ അവൻ എല്ലാവർക്കും വിശ്വസിക്കാം. ഭയപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. അതിൽ തന്നെ ഒരു കാര്യങ്ങൾ പറയാ. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഇപ്പം ഈ ഉച്ചഭാഷയുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ഞങ്ങളെ വലിയ പേടിയൊന്നും ആർക്കുമില്ല. ഉണ്ടോ? നമ്മൾ ഒരു പേടിയില്ല. ഇങ്ങനെയൊക്കെ നടന്നു പറഞ്ഞാലും രണ്ടെണ്ണം കൊടുത്താലും ഇവരെന്ത് ചെയ്യും? വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം കൊടുക്കാൻ ശേഷിയുള്ള കാലത്തിൽ നിന്ന് ഒരു പ്രതികരണ ശേഷി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ സത്യത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ്. പിന്നെ അതുകൊണ്ടല്ലേ ആമേൻ വടക്കേന്ത്യയുടെ മണ്ണുകളിലൊക്കെ എത്രയോ സുവിശേഷകര് ആമേൻ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടാണ്. ആമേൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ എത്രയെണ്ണം രക്തസാക്ഷിത്വ മരണം ഏറ്റുവാങ്ങുന്നുണ്ട്. ഇന്ത്യയിൽ പോലും രക്തസാക്ഷിത്വ മരണം ഏറ്റുവാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഞങ്ങളെ ഭയമില്ലാത്തത്. ഞങ്ങളിൽ സത്യം ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആമേൻ ഇവിടെ ചോര ചിന്താനായിട്ടൊക്കത്തില്ല, വാളും വഴിയുമായിട്ട് തെരുവിലിറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ കല്ലെറിയാൻ ഒക്കത്തില്ല, ഇവിടെ അടിപിടി നടത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഒരു സമാധാന ജീവിതം ഞങ്ങൾക്കുണ്ട്. ഇന്ന് രാത്രി ആ സത്യത്തിന്റെ ജീവിതത്തിലേക്ക് സ്നേഹിതരെ നിങ്ങൾ ഇറങ്ങി വന്നാൽ ഈ ഒരു സമാധാനത്തിന്റെ ജീവിതം അവൻ നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതാണ് ക്രിസ്തു എന്ന സത്യം. ഈ സത്യത്തിലേക്ക് മടങ്ങി വരണം. ഇതാണ് ദേശത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞല്ല, ഞാൻ തന്നെ വഴിയും സത്യവും. മൂന്നാമത്തെ കാര്യം പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ ജീവൻ. നമ്മുടെ കർത്താവ് ജീവന മൃത്യോമ അമൃതം ഗമയ. മരണം മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് രാത്രി പറയാം, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ചർച്ചിലൊക്കെ പാടുന്ന പാട്ട് സമയാന്തത നോക്കിയാണ്. പിന്നെ നന്നായിട്ട് ഇവിടെ ഷൈജുബാസ് സാധു കൊച്ചുദോശിയുടെ പാട്ട് പാടിയപ്പോൾ ഏറ്റവും അധികം ഞാൻ സന്തോഷിച്ചു. അമ്മേനി ഭക്തന്മാരായിരിക്കുന്ന ഇവരുടെയൊക്കെ പാട്ടുകളൊക്കെ ഏറ്റവും അധികം വീനാഗൽ സാഹിബിൻ്റെയും അതുപോലെ സാധു കൊച്ചുദോശിയുടെ പാട്ടൊക്കെ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അതിന് കാരണം ഈ മരണം ഇത് പറയുമ്പോൾ എൻ്റെ വാഹനത്തിൽ മോക്ഷയാത്ര ഗീതമാണ്. ഈ തന്നെയാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്. അത് 2-3 ആവർത്തി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇടുക്കിയിലൊക്കെ ചെല്ലും. ഒറ്റയ്ക്കാണ് കൂടുതൽ യാത്രയൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയും, ഓ മരണത്തിൻ്റെ പാട്ട്. ആമേൻ. ഇന്ന് രാത്രിയിൽ ഒരു ജീവനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടെങ്കിലും മരണത്തെക്കുറിച്ച് എന്തിനാണ് ഭയപ്പെടുന്നത്? സ്തോത്രം. ഇന്ന് രാത്രിയിൽ മരണത്തെക്കുറിച്ച് ഇവിടുത്തെ മിക്ക ആളുകളും ഭയപ്പെടുമ്പോൾ ആമേൻ ഞങ്ങൾ ജീവനെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് കൊണ്ട് തീർച്ചയായും ആമേൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളവരാ. ക്രിസ്തു ജീവനാ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ മരിച്ച വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ, മരണ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയില്ലേ? അതൊക്കെ എത്ര പ്രത്യാശമാകുക. ഞാൻ കഴിഞ്ഞ ദിവസം മോളിൽ ഇങ്ങനെ ഉറക്കുന്നു. അവൻ എൻ്റെ മനസ്സിൽ ഒരു ആൻറ്റി ഇങ്ങനെ മരിച്ചുപോയി. അപ്പോൾ മരിച്ചുപോയപ്പോൾ വലിയ സങ്കടം തോന്നി. പക്ഷെ സങ്കടം തോന്നിയപ്പോൾ മനുഷ്യൻ്റെ ആ ജീവനെക്കുറിച്ചുള്ള ആ ഒരു പ്രതീക്ഷ ഇന്ന് രാത്രി ഞാൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ഓർത്തു പോകാനിടയെത്തിരുന്നു. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ രാത്രി കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പം ഈ കൊച്ചു വിദേശി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാവ് നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു. ഇനി ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, പ്രകാശവേഗതയൊക്കെ അറിയാം. ഇന്ന് രാത്രി വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, സെക്കൻഡിൽ പ്രകാശവേഗം സഞ്ചരിച്ചു കഴിഞ്ഞാൽ 1,00,000 വർഷമൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ ചില ഗ്രഹത്തിൽ ചെല്ലണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ രാത്രികളിലേക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് സഭാപ്രസംഗി പറഞ്ഞില്ലേ, അത് ദൈവത്തിലേക്ക് പോയി. ദൈവം അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെന്ന് തീരും? അവിടെ ഒരു ഗ്രഹത്തിൽ മറ്റൊരിടത്തേക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന് അകലമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് രാത്രിക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ ഇങ്ങനെ കിടക്കുക. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്.
എന്താ? അമ്മേ എങ്ങനെ കണ്ണിമ്മയ്ക്കുന്നതിനൊടിയിൽ അമ്മേ നമ്മൾ അവിടെ ചെല്ലുവെന്ന്. സ്തോത്രം. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ചിന്ത വന്നു, ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ അങ്ങ് സഞ്ചരിച്ചങ്ങ് പോവുകയാണെങ്കിൽ ഇത് എന്നവിടെ ചെല്ലാനാ? അങ്ങനല്ല. അമ്മൻ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ കണ്ണടയ്ക്കുന്നതിന് മുൻപ്, കണ്ണിമയ്ക്കുന്നതിന് ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് അമേൻ ഉള്ളിൽ അവൻ ദൈവത്തിൻ്റെ അടുക്കൽ അവൻ ചെല്ലും. അങ്ങനെ ചെല്ലുന്ന ആ ജീവൻ ക്രൈസ്തലോ അത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ ജീവനാർജന ക്രിസ്തു, ഞാൻ ഇങ്ങനെ കൂടെ ചിന്തിച്ചു മക്കളെ, അതുകൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. ഈ കല്ലറയുടെ കരികിൽ പോയി നിൽക്കും വലിയ സന്തോഷം എന്താണെന്നറിയാവോ? വലിയ സന്തോഷമുണ്ട്. അത് ദൈവമക്കളെ ഈ സംസ്കാരമൊക്കെ നടക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇതിനകത്ത് ആരും പേടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. പ്രത്യാശയോടുകൂടെ എല്ലാവരും പോകണം. അപ്പോൾ സന്തോഷം എന്താണെന്നറിയാവോ? നമ്മളിവിടെ അടക്കം ചെയ്യുന്ന ബോഡി ഉണ്ടല്ലോ, ഈ മണ്ണിൽ ഇങ്ങനെ അടക്കം ചെയ്യുക. ഈ അടക്കം ചെയ്യുന്ന ബോഡി അവരിങ്ങനെ കിടക്കുമ്പോൾ ആത്മാവ് ദൈവത്തിന് കീഴിൽ പോയി, അല്ലെ ഷയ്യ പാസ് അങ്ങനെ പോയി. പക്ഷേ എൻ്റെ ചിന്ത എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ആത്മാവ് എവിടെയാണോ ഇരിക്കുന്നത്, ആമേൻ, ആത്മാവ് അവിടുന്ന് വന്ന് അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിൽ വന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഈ ശരീരത്തെ വിൺമയമുള്ളതാക്കി മാറ്റി അവിടുന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ക്രിസ്തുവിനെതിരേൽപ്പാൻ വേഗങ്ങളിൽ എടുക്കപ്പെടുന്ന അവൻ ആ ജീവനാണ്. യേശു പറഞ്ഞത് അവൻ ഞാൻ ജീവനാണ്. ഇന്ന് രാത്രിയിൽ സ്നേഹിത, നിത്യജീവൻ താങ്കൾക്ക് വേണോ? നിത്യയുടെ ജീവൻ വേണോ? അത് യേശുവിനല്ലാതെ മറ്റൊന്നിൽ ഇല്ല. ഇല്ലാത്തതിന് രാത്രി വിളിച്ചു പറയാനല്ല ഇവിടെ നിൽക്കുന്നത്. നിത്യജീവൻ താങ്കൾക്ക് വേണോ? അത് ക്രിസ്തുവിലെ അവൻ ലഭ്യമാകത്തുള്ളൂ. ക്രിസ്തുവിലെ അത് ലഭിക്കത്തുള്ളൂ, ആ നിത്യജീവൻ. അവിടല്ലേ യോഹന്നാൻ ലേഖനം പറഞ്ഞത്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ഈ നിത്യജീവൻ സഹോദര സഹോദരി പ്രാപിച്ചിട്ടുണ്ടോ? മരിച്ചാൽ നിത്യത എവിടെ? നീ നേടിയതൊന്നും ആമേൻ അതിനുതകത്തില്ല. നീ നേടിയതൊന്നും അവിടെ ഉതകത്തില്ല. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിക്കോ, നിത്യത എവിടെ ചെലവഴിക്കും? ആമേൻ. നിത്യത എവിടെ ചെലവഴിക്കും? യേശുവിനോട് കൂടെയാണെങ്കിൽ ആ നിത്യജീവൻ ഉണ്ടാകത്തുള്ളൂ. അല്ല എങ്കിൽ വരാൻ പോകുന്നു നിത്യ മരണം. ഒരു പക്ഷെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാകും. പക്ഷേ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഒരു പട്ടണത്തിലോ ഗ്രാമത്തിലോ ദേശത്തിലോ മുറ്റത്തോ എവിടെ ചെന്നാലും നിങ്ങളത് വിളിച്ചു പറയുക. അത് വിശ്വസിക്കാത്തവൻ വിശ്വസിക്കാതിരിക്കട്ടെ. പക്ഷേ ഒടുക്കത്തെ നാളിൽ ഈ പൊടികൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ഇങ്ങനെ ശബ്ദം കേട്ടെന്ന് അവൻ എന്നെ സംബന്ധിച്ച് അഭിമാനത്തോടെ പറയുക. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിർമ്മിച്ച ഈ പൊടിപടലങ്ങൾ ഒടുക്കത്തെ നാളിൽ ന്യായവിസ്താരം നിന്നുകൊണ്ട് സാക്ഷ്യം പറയും. ഇങ്ങനൊരു സന്ദേശം ദേശത്ത് മുടങ്ങി. അത് മതി. നീ കേട്ടാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ധാരാളം മതി. സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ സ്വോത്രം. നിത്യത എവിടെ ചെലവഴിക്കും? ദൈവത്തോടുകൂടെ. സ്വോത്രം. ദൈവത്തോടുകൂടെ. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മൾ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ഇറങ്ങി, ക്രിസ്തുവാകുന്ന സത്യത്തിലൂടെ ജീവിച്ച് ക്രിസ്തുവാകുന്ന ജീവനിലേക്ക് പ്രവേശിക്കുന്ന എത്ര സന്തോഷമല്ലേ? എത്ര സന്തോഷമാണ്. പാട്ടുകാരൻ എങ്ങനെ പാടിയത്? അവൻ എങ്ങനെ പാടിയത്? അവനിടം വിട്ട് ശരീരബദ്ധനായി ലോകെ വലഞ്ഞാല് ഞാൻ വീടോടടുക്കുമേ. ലോകെ വലഞ്ഞാല് ഞാൻ വീടോടടുക്കുമേ. ഉയർപ്പിൻ ജീവനാൽ നിത്യാജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യാജീവൻ നൽകും. കർത്താവിനോട് കൂടെ നിത്യവാസമാമേ. കർത്താവിനോട് കൂടെ നിത്യവാസമാമേ. എന്റെ വാക്കുകളെ ഞാനിവിടെ സ്വീകരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിക്കുള്ളിൽ അടുത്തും മകലയുമായി എന്നെ ശ്രമിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാള്, ഏത് ജാതിയിൽപ്പെട്ടയാളോ, എന്തുമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എന്റെ യേശു കർത്താവ് അതൊന്നും നോക്കുന്നില്ല സഹോദര, അതൊന്നും നോക്കുന്നില്ല സഹോദരി. യേശുവിന് വേണ്ടി താങ്കളുടെ ഹൃദയത്തെ, ജീവിതത്തെ സമർപ്പിച്ചാൽ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ താങ്കൾക്ക് സഞ്ചരിക്കാം. ആ ക്രിസ്തുവാകുന്ന സത്യത്തിലൂടെ താങ്കൾക്ക് ജീവിക്കാം. ആ ക്രിസ്തുവാകുന്ന ജീവൻ
അവൻ താങ്കൾക്ക് സ്വന്തമാക്കാം. ഒരു 10 പൈസ പോലും അതിന് ചെലവില്ല. ഒരു 10 പൈസ പോലും നേർച്ച കാഴ്ചയിൽ വെക്കണ്ട. ഒരു രൂപ പോലും അതിനു വേണ്ടി മുടക്കണ്ട. ഇന്ന് രാത്രി ആ ഹൃദയത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി ഈ രക്ഷിതാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ അവൻ നിന്ന് മുട്ടുകയാ. ആ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. കാലങ്ങളധികമില്ല. മനുഷ്യന്റെ ജീവിതം ക്ഷണഭംഗരമാണ്. നാളെ എന്ന് നമുക്കും എനിക്ക് നിങ്ങൾക്കുമുള്ളതല്ല. മരണമെന്ന മഹാസത്യം മനുഷ്യനുമായിട്ട് ചേർന്നെടുക്കുന്ന ഒരു സന്തത സഹചാരിയാണ്. ആ മരണം നിന്നെ മാടി വിളിക്കുന്നതിന് മുൻപ് ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമോ? യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമോ? നാളെ എന്ന് വെക്കല്ലേ, നാളെ എന്ന് വെക്കല്ലേ. എത്രയോ പ്രിയമുള്ളവര് അത് നാളെയാകാമെന്ന് വിചാരിച്ചവര് അവര് തീരുമാനമെടുത്ത് പോയ വഴിയുടെ യാത്രയിൽ വാഹനാപകടത്തിൽ മരിച്ചുപോയ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. വീടുകളിൽ പോയി മരണപ്പെട്ടു എത്ര പ്രിയപ്പെട്ടവരുണ്ട്. നാളെ എന്ന് വെക്കരുത്. ഈ രക്ഷകനെ ഇന്ന് രാത്രി തള്ളിക്കളയരുത്. ഈ രക്ഷാനായി നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുകയാ. ഞാൻ വാതിൽക്കൽ നിൽക്കൂ. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനോട് താഴം കഴിക്കുമെന്ന് പറഞ്ഞ രക്ഷിതാവ് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ മുട്ടുകയാ. ആ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്ക്. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുന്ന അധികാരം കൊടുത്തിരിക്കുക. ആ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ സ്നാനമേറ്റ് അവൻ രക്ഷിതാവ് കർത്താവ് പരസ്യമായിട്ട് ജീവിച്ചാൽ നിശ്ചിത അവൻ നമുക്ക് ഉറപ്പാണ്. ഇല്ല എങ്കിൽ ഇത് സത്യമായി വരുന്നൊരു കാലം വരും. അന്ന് ദൈവത്തോട് കണക്ക് ചോദിക്കേണ്ടി വരും. അതിനവസരമുണ്ടാകാതെ ഈ ദേശവാസികളെ പ്രിയമുള്ളവർ ഒരിക്കൽ കൂടി സുവിശേഷത്താൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയത്തെ വേർതിരിച്ച അനുഗ്രഹിത ദൈവദാസന്മാർക്കും അവനെ കേട്ട എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കുമുള്ള അകവഴിഞ്ഞ ക്രിസ്തീയ സ്നേഹമന്ത്രം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സംഹരിക്കും. ദൈവം കാരണമായി ദേശത്തെയും ഈ ഭവനത്തെയും ഈ കൺവെൻഷൻ വേദിയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാ പറയുന്ന